ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക പാളികളിൽ നിന്നും സ്വർണം കടത്തിയ കേസിലാണ് ജാമ്യം. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കോടതി സ്വാഭാവിക ജാമ്യം നൽകുകയായിരുന്നു. അതേസമയം പോറ്റി ജയിലിൽ തുടരും. കേസന്വേഷണം ആരംഭിച്ച് 90 ദിവസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതാണ് തിരിച്ചടിയായത്. ഇടക്കാല കുറ്റപത്രവും അന്വേഷണ സംഘം നൽകിയില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യഹർജി നൽകിയത്. ഇതോടെ കോടതി സ്വാഭാവിക ജാമ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികളിൽ നിന്നും സ്വർണം കടത്തിയ കേസിലാണ് നിലവിൽ ജാമ്യം ലഭിച്ചത്. കട്ടിലപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ പോറ്റിക്ക് ജയിൽ മോചനം സാധ്യമാകൂ. പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നതോടെ കൂട്ടുപ്രതികളുടെ ജാമ്യവും എളുപ്പത്തിലാകുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നാണ് വിമർശനം. 4 മാസക്കാലമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പോയത് SITയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ്. ഒരു ഇന്ററിംഗ് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിലവിൽ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു അന്തരീക്ഷമുണ്ട്. ഇത് 60 ദിവസം അല്ലെ 90 ദിവസമാകുമ്പോൾ കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ ഇത്തരത്തിൽ ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അത് SITയുടെ ഭാഗത്തെ ഗുരുതരമായ ഒരു വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ്. ഇനിയും മാലപ്പടക്കം പോലെ ബാക്കിയുള്ള എല്ലാവർക്കും ഒന്നിനു പുറകെ ഒന്നായി ജാമ്യം ലഭിക്കുകയും അവർ പുറത്തിറങ്ങിയതിനു ശേഷം കൃത്യമായ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വസ്തുത SITക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെയുള്ള തന്ത്രങ്ങൾ അവരിനി മെനയാനുള്ള സാധ്യതയുണ്ട്. 2025 ഒക്ടോബർ 15-നാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഒക്ടോബർ 17-ന് ആദ്യ അറസ്റ്റ് നടന്നു. കേസിലെ 1-ാം പ്രതിയും ബാംഗ്ലൂർ ആസ്ഥാനമായി ബിസിനസ് നടത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അറസ്റ്റിലായത്. തുടർന്ന് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാറും N വാസുവും ഒടുവിൽ ബോർഡംഗം ശങ്കർദാസ് വരെ അറസ്റ്റിലായി. കേസന്വേഷണം ആരംഭിച്ച് 90 ദിവസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാതെ പോയത് പ്രതികളുടെ ജാമ്യത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമായി മാറുകയും ചെയ്യുന്നു. ജനം, തിരുവനന്തപുരം.